Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ WatchOS 9.3 ഇപ്പോൾ ഒഫീഷ്യലി റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 4 മുതൽ ഇപ്പോൾ റിലീസ് ആയിരിക്കുന്ന ആപ്പിൾ വാച്ച് അൾട്ര വരെയും നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആപ്പിൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് OSും റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുന്ന ആ ഒരു എല്ലാ OSിലും ആപ്പിൾ പുതിയ സോഫ്റ്റ്വെയർ പുഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ iOS 16.3ൻ്റെ ഒഫീഷ്യൽ വീഡിയോ നമ്മുടെ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ ഇപ്പോൾ തന്നെ ആ വീഡിയോ കാണുക. നമ്മുടെ ലിങ്കിലും അതേപോലെ ഐ ബട്ടണിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതോടൊപ്പം ഞാൻ ഈ വീഡിയോ തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 285 MBയിലാണ് ആപ്പിൾ വാച്ച് സീരീസ് 4ൽ വന്നിരിക്കുന്നത്. അത് പല ഡിവൈസിലും പല സൈസായിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ പറയുന്ന അപ്ഡേഷൻ്റെ ബിൽ നമ്പർ നമുക്ക് നോക്കാം. നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 9.320S648 എന്ന്. ഈ ഒരു 9.3 എന്നുള്ള വേർഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പറാണ് നമ്മളിപ്പോൾ കണ്ടത്. അതേപോലെ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ പുതിയ വാച്ച് ഫേസിലാണ്. ഈ പറയുന്ന ആപ്പിളിൻ്റെ യൂണിറ്റി മൊസൈക്ക് എന്ന് പറഞ്ഞ വാച്ച് ഫേസാണ് ഇതിൽ വന്ന ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ വാച്ച് ഫേസ് നമുക്ക് എളുപ്പത്തിന് ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ ഐഫോണിലേക്ക് പോവാം. ഐഫോണിൽ ആപ്പിൾ വാച്ചിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുക. ഈ ആപ്ലിക്കേഷനിൽ വാച്ചിൻ്റെ ഫേസ് ഗാലറി എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമുക്ക് വരുന്നത് ആപ്പിളിൻ്റെ പുതിയ ആ ഒരു വാച്ച് ഫേസ് ആയിട്ടുള്ള യൂണിറ്റി മൊസൈക്ക് ആണ്. അത് ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 രീതിക്കുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരെണ്ണം ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തും ഒരെണ്ണം ബാക്ക്ഗ്രൗണ്ട് ഓൺ ചെയ്തു. അതേപോലെ ഡിഫറെൻറ്റ് കളർ സെലക്ഷനും നമുക്കിവിടെ ഈ ഒരു വാച്ച് ഫേസിന് ലഭിക്കുന്നതാണ്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബഗ് ഫിക്സോ കാര്യങ്ങളോ ആപ്പിൾ മെൻഷൻ ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും WatchOS 9.3 ഇൻട്രൊഡ്യൂസ് ന്യൂ ഫീച്ചേഴ്സ് ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് ബഗ് ഫിക്സസ് എന്ന് മാത്രമാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു കാര്യവും ആപ്പിൾ ഇപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതേപോലെ നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേറ്റിലും ആപ്പിൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനായിട്ട് നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേറ്റിലേക്ക് പോവുക. ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഫുള്ള് വായിച്ച് നോക്കണമെന്നാണെങ്കിൽ നമ്മുടെ ഈ ഒരു സെക്യൂരിറ്റി ലിങ്കിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴത്തെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇതെല്ലാം വായിച്ച് നോക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ നമ്മുടെ WatchOS 9.3 എവിടെയാണെന്ന് നോക്കട്ടെ. 9.3 ഇവിടെയുണ്ട് നമ്മുടെ WatchOS 9.3. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആപ്പിളിൻ്റെ WatchOS 9.3ൽ വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ആപ്പിൾ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ് കിറ്റിലും വെതറിലും അതുപോലെ ക്രീനിയലിലൊക്കെ നമുക്ക് അപ്ഡേഷനും അല്ലെങ്കിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആപ്പിളിൽ ഈ പറയുന്ന ആപ്പിൾ വാച്ചിൽ നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് എൻ്റെ ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും റൺ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ വർക്കൗട്ട് എടുത്തു, ഓപ്പൺ ആയതിൻ്റെ സ്പീഡ് നിങ്ങൾക്കിപ്പോൾ റിയൽ ടൈമിൽ കാണാൻ പറ്റും. അതേപോലെ ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് വാച്ച് എടുത്തപ്പോൾ അപ്പം തന്നെ ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഏതെടുക്കാമെന്ന് വെച്ചാൽ കാൽക്കുലേറ്റർ എടുക്കാം. കാൽക്കുലേറ്റർ എടുത്തപ്പോൾ ഓൺ ആയതിൻ്റെ സ്പീഡ് നിങ്ങളിപ്പോൾ റിയൽ ടൈമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് എല്ലാ ആനിമേഷൻസും പോകുന്നുണ്ട്. ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാർ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഒരു അപ്ഡേഷൻ ചെയ്ത് അപ്പം തന്നെ ഒരിക്കലും ഒരാൾക്കും ആ ഒരു അപ്ഡേഷൻ്റെ ബാറ്ററി പെർഫോമൻസ് പറയാൻ പറ്റില്ല. ഒരു 1, 2, 3 ദിവസമൊക്കെ തറവായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഡിവൈസിൽ 85% ബാറ്ററി പെർഫോമൻസ് ഉണ്ട്. ഈ ഒരു ലോഗോ നോക്കിയാൽ മനസ്സിലാവും എൻ്റെ ചാർജിങ് പാറ്റേൺ. ഇപ്പോൾ ഈ കാണുന്ന ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാൻ നേരം ചാർജ് കുത്തിയ ആ ഒരു ടൈമാണ്. ലാസ്റ്റ് ചാർജ് കുത്തിയത് രാവിലെ 7:13
ഫുൾ ചാർജ് തന്നെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 88% ബാറ്ററിയുടെ ഹെൽത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിക്ക് ഞാൻ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റിക്കും എൻ്റെ എല്ലാ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റിക്കും ഈ ഒരു ഡിവൈസാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ രാവിലെ മുതൽ ഈ ഒരു വാച്ച് കെട്ടിക്കാൻ കിടന്നുറങ്ങുമ്പോൾ പോലും സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു വാച്ച് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ബാറ്ററി പെർഫോമൻസ്, ഒരു 1 day ബാറ്ററി പെർഫോമൻസ് ഒക്കെ എനിക്ക് എന്തായാലും ലഭിക്കും. ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള, അതായത് ഇപ്പോൾ ഞാനൊരു ദിവസം ഫുൾ കുത്തിയിട്ടു, ഒരു ദിവസം ഫുൾ യൂസ് ചെയ്തു, പിറ്റേ ദിവസം ഒരു ഉച്ചയോളം വരെയും എനിക്ക് ബാറ്ററി പെർഫോമൻസ് നന്നായിട്ട് കിട്ടാറുണ്ട്. ഹീറ്റിൻ്റെ അല്ലെങ്കിൽ തേർമൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ് യൂഷ്വൽ അറിയാവുന്ന പോലെ വാച്ച് ചാർജ് ചെയ്യുമ്പോൾ മാത്രം ഈ ഒരു പോർഷനിൽ, ഇൻഡക്ഷൻ ചാർജിങ്ങിൻ്റെ പോർഷനിൽ മാത്രം എനിക്ക് ചൂട് ഫീൽ ചെയ്യും. അതിനുശേഷം കുറച്ച് നേരം പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഡിവൈസ് കൂൾ ഡൗൺ ആവും. പിന്നെ എൻ്റെ ഡിവൈസിൽ ചൂട് എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഫീൽ ചെയ്യാറേ ഇല്ല. അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ പറയുന്ന WatchOSലും WatchOS 9.3ലും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, പ്രത്യേകിച്ച് ആപ്പിൾ വാച്ചുള്ള കൂട്ടുകാർക്ക്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Abin Xavier signing from Evika.